ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ ICT ക്ലാസ്സിലേക്ക് സ്വാഗതം. Okay, children, we are discussing about our chapter, sixth chapter. Okay, the chapter name is Along the Information Pathways അല്ലെങ്കിൽ വിവരവീഥിയിലൂടെ എന്ന ഒരു അധ്യായമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ഇൻ്റർനെറ്റിൽ ഒരു പിക്ചർ സെർച്ച് ചെയ്യുന്നത് എന്നും അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നും നമ്മൾ പഠിച്ചു. ഓക്കെ, നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് ഓൺലൈൻ ഡിക്ഷണറി. ഓക്കെ, an ഓൺലൈൻ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി നെയിംഡ് ഓളം. ഓളം എന്നുള്ള ഇൻ്റർനെറ്റിൽ ലഭ്യമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, all of you take your page number 47. എല്ലാവരും പേജ് നമ്പർ 47 എടുക്കുക. അതിൽ ആക്ടിവിറ്റി 6.2 പ്രവർത്തനം 6.2 ഇൻ്റർനെറ്റ് ഡിക്ഷണറി അഥവാ ഇൻ്റർനെറ്റ് നിഘണ്ടു. ഡിക്ഷണറീസ് ആർ അവൈലബിൾ ഓൺ ദ ഇൻ്റർനെറ്റ് ഓൾസോ. ഓളം, വിക്കിഷണറി ആർ സച്ച് ഡിക്ഷണറീസ്. Let's search the Malayalam equivalent of the word freedom with the help of the website Olam. For this, let's follow the steps given below. എന്താണ് പറയുന്നത്? ഇൻ്റർനെറ്റിലും ചില നിഘണ്ടുക്കളുണ്ട്. olam.in, wiktionary.org എന്നിവ ഇത്തരത്തിലുള്ള നിഘണ്ടുവാണ്. ഓളം നിഘണ്ടുവിൻ്റെ സഹായത്തോടെ ഫ്രീഡം എന്ന പദത്തിന് സമാനമായ മലയാള പദം കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിനായി താഴെ പറഞ്ഞിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഈ ഓളം എന്താണ്? അവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദർ ഇസ് എ ബോക്സ്. ഓക്കെ, ലുക്ക് അറ്റ് ദാറ്റ് ബോക്സ്. ഓളം, ഇറ്റ് ഇസ് ആൻ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി അവൈലബിൾ ഓൺ ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൽ ലഭ്യമായ ഒരു ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവാണ് ഓളം. അവിടെ ഒരു വെബ് അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട്, വെബ്സൈറ്റ് അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഡിക്ഷണറി ഈസ് അവൈലബിൾ ഇൻ ദ വെബ് അഡ്രസ് https://olam.in, https://olam.in/. ഓക്കെ, ആ അഡ്രസ്സിലാണ് ഓളം എന്നുള്ള ഒരു ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു അല്ലെങ്കിൽ ഓൺലൈൻ ഡിക്ഷണറി ഉള്ളത്. അപ്പോൾ അത് ലഭിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ഓപ്പൺ ദ ബ്രൗസർ സോഫ്റ്റ്വെയർ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ആപ്ലിക്കേഷനിൽ പോവുക, ഇൻ്റർനെറ്റിൽ പോവുക, ഫയർഫോക്സ് വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ടൈപ്പ് http://olam.in അല്ലേ. ഇവിടെ എന്ത് ചെയ്യുക? നമ്മളിപ്പോൾ നെറ്റ് ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ അഡ്രസ് ബാറിൽ എന്ത് ചെയ്യുക? https ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. olam.in ടൈപ്പ് ചെയ്യുക. ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ നമുക്ക് ഓളം എന്നുള്ള ആ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സിലേക്ക് പോവും. അവിടെ നമുക്ക് എന്ത് ചെയ്യുക? ഇംഗ്ലീഷ് ടു മലയാളമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഫ്രീഡം എന്നുള്ള വേർഡാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. FREEDOM, ഫ്രീഡം ടൈപ്പ് ചെയ്യുക. സെർച്ച് ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോഴതിൻ്റെ മലയാളം മീനിങ് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട് മോചനം, അവശത, സ്വാതന്ത്ര്യം, അങ്ങനെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള വേർഡ് നമുക്ക് ടൈപ്പ് ചെയ്യാം. ആസ്ക് എന്നുള്ള വേർഡ് ടൈപ്പ് ചെയ്താൽ എന്താണ്? അപേക്ഷിക്കുക, ചോദിക്കുക, യാചിക്കുക, അങ്ങനെ കുറേ അർത്ഥങ്ങൾ ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള വേർഡ് ഇവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ അതാണ് ഓളം.
ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? നിങ്ങൾ ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ഓളം, ഈ വെബ് അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് അറിയാത്ത വേർഡുകളുടെ അർത്ഥമൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെയുള്ള എന്താണ്, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പറഞ്ഞിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. വേർഡ്സ് ക്യാൻ ബി ട്രാൻസ്ലേറ്റഡ് യൂസിങ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. ലെറ്റ് സി ഹൗ ദിസ് ക്യാൻ ബി ഡൺ. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് സംവിധാനം ഉപയോഗിച്ച് പദങ്ങൾ വിവർത്തനം ചെയ്യാം. താഴെ കൊടുത്ത വിവരങ്ങൾ നോക്കൂ. ബ്രൗസർ സോഫ്റ്റ്വെയറിൽ എന്ത് ചെയ്യണം? HTTPS നമ്മൾ ഓളം കൊടുത്ത പോലെ എന്ത് ചെയ്യണം? ട്രാൻസ്ലേറ്റ് .google.co.in ഇത് പ്രസ് ചെയ്യുക, എൻ്റർക്ക് പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ വെബ്സൈറ്റിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട്. അടുത്തെന്താണ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്? ടൈപ്പ് ഫ്രീഡം ഇൻ ദ ബോക്സ് ഓഫ് വിൻഡോ ദാറ്റ് അപ്പിയേഴ്സ് ഇൻ ഫിഗർ 6.5. ഓക്കെ, അപ്പോൾ അത് ഏതിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെന്നും നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? ഫ്രീഡം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിൻ്റെ മീനിങ് ഏതിലേക്കാണ് വരേണ്ടതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക? മലയാളമാണെങ്കിൽ എന്ത് ചെയ്യുക? മലയാളം സെലക്ട് ചെയ്യുക. ഇപ്പോൾ സ്വാതന്ത്ര്യം എന്ന് ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? വേറെ എന്തെങ്കിലും ഇംഗ്ലീഷ് വേർഡ് ടൈപ്പ് ചെയ്താൽ ആസ്ക് ചോദിക്കുക, അതിൻ്റെ മലയാളം വേർഡ് ഇപ്പുറത്ത് വന്നിട്ടുണ്ടാവും. ഇത് കുറച്ചുകൂടി നിങ്ങൾ നെറ്റിൽ നിങ്ങൾ തന്നെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, അതാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൽ ആക്സസ് എന്നുള്ള സെക്ഷൻ ഉണ്ട്. സേവ് ടു യുവർ കമ്പ്യൂട്ടർ ദ വെബ് പേജസ് അവൈലബിൾ ഓൺ ദ ഇൻ്റർനെറ്റ് വിത്ത് ഇൻഫർമേഷൻ രാജാറാം മോഹൻ റായ് ആൻഡ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. രാജാറാം മോഹൻ റായിനെ കുറിച്ചും സർ സയ്യിദ് അഹമ്മദ് ഖാനിനെ കുറിച്ചും എന്ത് ചെയ്യുക? മാക്സിമം ഇൻഫർമേഷൻസ് ഇൻ്റർനെറ്റിൽ നിന്ന് കളക്ട് ചെയ്യുക എന്നുള്ളൊരു ആക്ടിവിറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. Then find out the meaning of the following words from the internet: traditional and monk. Okay, അപ്പോൾ ഈ രണ്ട് വേർഡ്സ്, find out the meaning of the following words from the internet എന്ന് പറഞ്ഞിട്ടുണ്ട്. monk and traditional, ആ രണ്ട് വേർഡ്സിൻ്റെ മീനിങ്, അർത്ഥം നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് കണ്ടെത്തണം. അതാണ് രണ്ട് ആക്ടിവിറ്റി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫോൺ യൂസ് ചെയ്തിട്ടായാലും ഇൻഫർമേഷൻസൊക്കെ കണ്ടുപിടിക്കുക. ഓക്കെ, ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേ സെഷൻ. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, ഇൻ്റർനെറ്റിനെ കുറിച്ച് എന്നെക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എല്ലാവരും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ children, we'll see you on next class. Have a good day.